ഡാൻസിംഗ് പാപ്പമാർ ഇതോടൊപ്പം തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ അതിരൂപതയിലെ ഏതാണ്ട് 130ഓളം ഇടവകകളിൽ നിന്നാണ് ഡാൻസിംഗ് പാപ്പമാർ ഇന്ന് സാന്റാക്ലോസുമാരുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 30-40 ഇടവകകൾ മാത്രമാണ് ഇതിനകം തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ. 100ഓളം ഇടവകകളും 100ഓളം ഇടവകകളിൽ നിന്നുള്ള ക്രിസ്മസ് പാപ്പമാരും ഇനിയും ഫ്ലോട്ടുകളുടെ അകമ്പടിയോടുകൂടെ ഇതാ തൃശ്ശൂരിന്റെ നഗരവീതിയെ പുളകമണിയിച്ചുകൊണ്ട് വിസ്മയ കാഴ്ചയൊരുക്കിക്കൊണ്ട് നടന്നു നീങ്ങുകയാണ്. 2020-ലും 2021-ലും കോവിഡ് മഹാമാരി വിതച്ച വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേവലം ചടങ്ങ് മാത്രമായി നടത്തിയ ബോൺനദാലെ പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ഏറ്റവും മനോഹരമായി കാണികൾക്ക് ദൃശ്യവിസ്മയം ഒരുക്കിക്കൊണ്ട് സംഘടിപ്പിക്കുന്നതിൽ തൃശ്ശൂർ പൗരാവലി എക്കാലത്തും വിജയിച്ചിട്ടുണ്ട്. ആത്മസംതൃപ്തിയോടെ ആത്മാഭിമാനത്തോടെ വിജയിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറെ വർഷക്കാലങ്ങളായി തൃശ്ശൂരിന്റെ നഗരത്തിൽ തൃശ്ശൂർ പൂരത്തിന് നാലാം പൂരത്തിന് പുലിയിറങ്ങുന്നത് പോലെ തന്നെ ക്രിസ്മസ് കഴിഞ്ഞ 2ാം നാൾ 27-ാം തീയതി ക്രിസ്മസ് പാപ്പമാർ രാജ്യം ഭരിക്കുന്ന, നാട് ഭരിക്കുന്ന, നഗരം കീഴടക്കുന്ന കാഴ്ചയ്ക്ക് നാം എല്ലാം കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ കാഴ്ചക്കാരായതാണ്. ഇടക്കവും ആ ഒരു സ്വീകാര്യതയും ഈ വർഷവും തുടർ വർഷങ്ങളിലും നമുക്ക് ഉണ്ടാകണമെന്ന അഭ്യർത്ഥന ബോൺനദാലെ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോട് ഓരോരുത്തരോടും ഏറ്റവും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ VIP നിര ഈ ബോൺനദാലയുടെ ഉള്ളിലൊക്കെയുണ്ട്. ബഹുമാന്യനായിട്ടുള്ള ഷെഖാവത്ത് മിനിസ്റ്റർ ഒരധികം സമയം ഈ സാന്റാക്ലോസുമാരുടെ കൂടെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പ്രദേശങ്ങളിലെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ജനപ്രതിനിധികളുടെ കൊച്ചിൻ പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഒക്കെ സജീവ സഹകരണവും സാന്നിധ്യവും സഹോദര സഭകളുടെ സ്നേഹവും താല്പര്യവും ഒക്കെ ഈ ബോൺനദാലയ്ക്കുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏറെ സ്നേഹത്തോടെ ഈ ബോൺനദാലെ ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും കൃത്യമായി അതിലേറെ താല്പര്യത്തോടെയും അച്ചടക്കത്തോടെയും മുഴുവൻ ഫ്ലോട്ടുകളും ആസ്വദിക്കുന്നതിനും വിസ്മയ കാഴ്ചകൾ കൃത്യമായി അറിയുന്നതിനും കൃത്യമായി അച്ചടക്കത്തോടു കൂടെ തന്നെ ആയിരിക്കണമെന്ന് വിനീതമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ പ്ലോട്ടുകളും നിങ്ങൾക്ക് മുമ്പിൽ എത്തുമ്പോഴും ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യവും അതിൻ്റെ ഒപ്പം നൽകുന്നുണ്ട്. കാരണം പിന്നെയും പുതുമകൾ തേടി വരുമെന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ തന്നെയാണ് അതിനെ ആവേശം കൂട്ടുന്നതും മാറ്റുകൂട്ടുന്നതും. തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലോട്ടുകൾ വരുന്നതിനൊപ്പം തന്നെ അത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിട്ട് വരുന്ന ഗ്യാപ്പുകളിലേക്ക് നിങ്ങൾ കയറി നിൽക്കരുത് എന്നുകൂടി റിക്വസ്റ്റ് ചെയ്തുകൊള്ളട്ടെ. കാരണം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ബോൺനദാലെ 2K25 ബോൺനദാലെ 2K25 വരുന്ന പാപ്പമാർ ഡാൻസിങ് പാപ്പാസ് ബോൺനദാലയുടെ പാട്ടിനൊപ്പം ഒരേ താളത്തോടു കൂടി നൃത്തം ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട വിശ്രമങ്ങൾക്കൊപ്പം തന്നെ അവർക്ക് പോകാനുള്ളൊരു സൗകര്യം കൂടി ഏറെ ശ്രദ്ധയോടെ കൊടുക്കേണ്ടതുണ്ട്. കലയ്ക്കൊപ്പം തന്നെ ആധുനികതയുടെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ടുകൾ ഓരോ വർഷത്തെയും പ്രത്യേകത തന്നെയാണ്. ഈ വർഷവും അത് മാറ്റം ഒട്ടും കുറയ്ക്കാതെ തന്നെ ആഘോഷത്തിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടി നമുക്കൊപ്പം ജീവിക്കുന്ന സഹജീവികൾക്കുള്ള ഒരു കൈത്താങ്ങായിട്ടും കൂടി മറ്റൊരു ശബ്ദമായി മാറാറുണ്ട് ഓരോ വർഷവും ബോൺനദാലെ. അത് തന്നെയാണ് ഈ ആഘോഷത്തിൻ്റെ ഒപ്പം ഏറെ പ്രസിദ്ധമാക്കുന്നതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ട് ബോൺനദാലയെ മാറ്റാറുള്ളത് കൊണ്ടും. അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥർ ഇന്ന് ഈ ഒരു ആഘോഷത്തിൻ്റെ രാജകീയ വേദിയിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂർ പേരുന്നതിലേകൂറി അറിയിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് ഒരേ കണ്ണോടുകൂടി തന്നെ ഒരേ മനസ്സോടുകൂടി തന്നെ ഐക്യത്തിൻ്റെ ഭാഗമായി ഇന്ന് സ്വരാജ് റൗണ്ടിൽ എത്തി നിൽക്കുമ്പോൾ അത് മറ്റൊരു ദൃശ്യവിസ്മയമായി നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ നിമിഷം കഴിയുമ്പോഴും തോറും നമുക്ക് ചുറ്റുമുള്ള വെളിച്ചം മെല്ലെ മെല്ലെ മറയുമ്പോഴും ആഘോഷത്തിന്റെ തിരുനാളമായി ഡാൻസിംഗ് പാപ്പമാർ ഒരുപക്ഷെ വെളിച്ചവുമായി ശബ്ദവുമായി അതിനേക്കാൾ ഉപരി ഏറ്റവും മനോഹരമായിട്ടുള്ള നൃത്ത വിസ്മയം കൂടി അണിയിച്ചൊരുക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തുക.
ദൂരെ നിന്നു വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാലൊരുക്കും ആഘോഷരാവിലെ ആനന്ദം തിരതല്ലും പൊണ്ണത്താലേ പാടിടാം ഒന്നായി പാടിടാം സാമോദം ആത്മീയ നാഥനെ പരമേറ്റിടാം താളത്തിൽ ഈണത്തിൽ ഒന്നായി പാടിടാം കർത്താവിനായി പൊണ്ണത്താലേ പാടിടാം നാഥനെ പാടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാന പുത്രനായി ഒന്നായി ചേർന്നിടാം സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം ഇന്ന് സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം ദൂരെ ദൂരെ നിന്ന് വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാലൊരുക്കും ആഘോഷരാവിലെ ആനന്ദം തിരതല്ലും പൊണ്ണത്താലേ പാടിടാം ഒന്നായി പാടിടാം സാമോദം ആത്മീയ നാഥനെ പരമേറ്റിടാം താളത്തിൽ ഈണത്തിൽ ഒന്നായി പാടിടാം കർത്താവിനായി പൊണ്ണത്താലേ പാടിടാം നാഥനെ പാടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാന പുത്രനായി ഒന്നായി ചേർന്നിടാം സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം ഇന്ന് സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം കാരുണ്യം തേടുന്ന ഹൃദയങ്ങളിൽ ആശ്വാസം പകരുന്നു പൊന്നത്താലേ ആനന്ദം തേടുന്ന യുവജനതയ്ക്കായി ആഘോഷമൊരുങ്ങുന്നു പൊന്നത്താലേ രാജാക്കളില്ല ഇന്ന് അടിമകളില്ല സ്നേഹത്തിലൊന്നാകും സോദരർമ്മ ദൈവസ്നേഹത്തിലൊന്നാകും സോദരർമ്മ ദൈവസ്നേഹത്തിലൊന്നാകും സോദരർമ്മ ദൂരെ ദൂരെ നിന്ന് വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാലൊരുക്കും ആഘോഷരാവിലെ ആനന്ദം തിരതല്ലും പൊണ്ണത്താലേ 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 പാപത്തിൻ കൊട്ടാര കെട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ നാം തിരിച്ചറിയും ആ ദൈവിക ചൈതന്യം വഴി നടത്തും ബേത്ലഹേം നാട്ടിലെ ഇടയറിപ്പോ ഉൾക്കൂട്ടിൽ അവനെ കണ്ടുമുട്ടും ദൈവിക തേജസ്സിൽ മയങ്ങി നിൽക്കും ആ ദൈവിക തേജസ്സിൽ മയങ്ങി നിൽക്കും ജനഹൃദയങ്ങളിൽ ഇന്നും വാഴുന്ന രാജാതിരാജനെ വണങ്ങിടുവാൻ Glory of God, heavenly peace. Glory of God, heavenly peace. ദൂരെ ദൂരെ നിന്ന് വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാലൊരുക്കും ആഘോഷരാവിലെ ആനന്ദം തിരതല്ലും പൊണ്ണത്താലേ പാടിടാം ഒന്നായി പാടിടാം സാമോദം ആത്മീയ നാഥനെ പരമേറ്റിടാം താളത്തിൽ ഈണത്തിൽ ഒന്നായി പാടിടാം കർത്താവിനായി പൊണ്ണത്താലേ പാടിടാം നാഥനെ പാടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാനത്തിടവിനായി മാറിടാം ഞങ്ങളെല്ലാം സ്നേഹത്തിൻ സുവിശേഷം പങ്കുവെക്കാം ദൈവ സ്നേഹത്തിൻ സുവിശേഷം പങ്കുവെക്കാം ഓന്നത്താലേ നിറഞ്ഞ ശിവപേരൂർ മാത്രമല്ല ഒരുപക്ഷെ മലയാളക്കര തന്നെ ആഘോഷങ്ങളുടെ വലിയ നിരക്ക് സാക്ഷ്യം വഹിച്ചത് ഇത് സ്വരാജ് റൗണ്ടിലാണ്. പൂരമായാലും പുലിക്കളി ആയാലും ഇന്ന് ബോണത്താലയാണെങ്കിൽ പോലും തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ കേരളക്കരയ്ക്ക് ഒരുപക്ഷെ
ആഘോഷങ്ങളുടെ നാട്ടിലേക്ക് ഇതിനേക്കാൾ വലിയ മാറ്റം കൂട്ടുന്ന മറ്റു ദൃശ്യവിസ്മയമുണ്ടോ എന്നുള്ളത് നമുക്ക് ധൈര്യമായി ചോദിക്കാനാവും. അത്രത്തോളം മഹനീയമായിട്ടുള്ള ദൃശ്യവിസ്മയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ 10,000 വരുന്ന പാപ്പകൾ ഓരോ നിമിഷം സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇത്രത്തോളം ആവേശത്തിലേക്ക് എത്തുന്നതും. ഇത്രയും തുടരെ മണിക്കൂറോളം ഡാൻസ് കളിച്ച് ഒരിക്കൽ പോലും അതിന്റെ കിതപ്പോ ആവേശത്തിന് ഒട്ടും കുറവ് വരുത്താതെ തന്നെ പാപ്പമാർ നമ്മളിലേക്ക് ക്രിസ്മസ് ആഘോഷം. സാംസൺ സിംഹത്തിന്റെ തല തകർക്കുന്ന പ്ലോട്ടാണ് ഇപ്പോൾ ജില്ലാശുപത്രിക്ക് മുൻവശത്തോടുകൂടെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. റോമൻ കൊളോസിയത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസൺ, ആദിമസഭയിലെ സാംസൺ സിംഹത്തിന്റെ തല തകർക്കുന്ന പ്ലോട്ടാണ് ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാൻസിങ് പാപ്പമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ദയവായി ഇടയിൽ നിൽക്കേണ്ടതില്ല. ഫ്ലോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളും ദയവായി മൂവ് ചെയ്യേണ്ടതാണ്. കാണികൾ ഇരുവശങ്ങളിലേക്ക് പരമാവധി നിൽക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ഡാൻസിനുള്ള പാട്ട് പ്ലേ ചെയ്യുമ്പോൾ മാത്രമാണ് ഡാൻസ് കളിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നോർമൽ ഫ്ലോ ആയി തന്നെ ഡാൻസിങ് പാപ്പമാർ ഫ്ലോട്ടിന് പുറകിൽ നീങ്ങണമെന്ന് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ അതിരൂപതയിലെ 130ഓളം ഇടവകകളിൽ നിന്ന് 10,000-ലധികം ഡാൻസിങ് പാപ്പമാരാണ് 2025 ബോൺ നദാലേക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇടവയിലെ കുടുംബങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 5 വിഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഓരോ വിഭാഗത്തിലും 1, 2, 3 സ്ഥാനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ബോൺ നദാലെ 2025 ഡാൻസ് പെർഫോമൻസ് നടക്കുന്ന ഇടവകൾക്കുണ്ടെന്ന കാര്യം ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇടവകളുടെ എണ്ണത്തിനനുസരിച്ച് ഇടവകളെ 5 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇടവകളിലെ കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ഇടവകളെയും 5 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ആ 5 വിഭാഗങ്ങളിലും ഓരോന്നിലും 1, 2, 3 സ്ഥാനങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഇടവകയ്ക്ക് ഇടവക സാന്റാക്ലോസ്മാർക്ക് നൽകുന്നുണ്ടെന്ന കാര്യം ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2013 രാജ്യത്ത് തന്നെ, ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു ക്രിസ്മസ് ഫെസ്റ്റ് ഏറ്റവും ആധികാരികതയോടുകൂടി തൃശ്ശൂർ അതിരൂപതയും തൃശ്ശൂർ കോർപ്പറേഷനും കൂടി സംഘടിപ്പിച്ചത്. 2013 എളിയ രീതിയിൽ ആരംഭിച്ചെങ്കിലും 2014 18,112 എന്ന മാസ്മരിക സംഖ്യയുമായി ഈ ലോകത്ത് ഇന്നേ വരെ നടന്ന ഏറ്റവും കൂടുതൽ ക്രിസ്മസ് സാന്റാക്ലോസ്മാർ അണിനിരന്ന ക്രിസ്മസ് ഫെസ്റ്റായി ബോൺ നദാലെ 2014 മാറുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു ആംബുലൻസ് ജില്ലാശുപത്രിയിലേക്ക് വരുന്നുണ്ട്. ദയവായി ഡാൻസിങ് പാപ്പമാരും കാണികളും ആ ആംബുലൻസിന് വേണ്ട വഴി സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സ്വരാജ് റൗണ്ടിലൂടെ ഒരു ആംബുലൻസ് കടന്നു വരുന്നുണ്ട്, രോഗിയുമായി കടന്നു വരുന്നുണ്ട്. ദയവായി കാണികൾ, ഹൈറോഡിലേക്കാണ് പോകുന്നത്. കാണികൾ ഹൈറോഡിന്റെ ഇരുവശത്തേക്ക് മാറി സുഗമമായി ആംബുലൻസിന് പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. പ്ലീസ്. താങ്ക് യു. ഡാൻസിങ് പാപ്പമാർ വീണ്ടും അതേ ഫ്ലോയിലേക്ക് തന്നെ വരണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. 2014 ഏറ്റവും മനോഹരമായി നാം സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഓരോ വർഷവും 2020-ലും 2021-ലും ഒഴികെ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച 2 വർഷത്തെ വിടവ് ഒഴികെ ബാക്കി എല്ലാ വർഷങ്ങളിലും 2025 ഭാഗമായി അണിനിരക്കുന്നുണ്ട്, ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും 7ഓളം ഫ്ലോട്ടുകളും 80-ലേറെ ഇടവകകളിൽ നിന്നുള്ള ഡാൻസിങ് പാപ്പമാരും സ്വരാജ് റൗണ്ടിലേക്ക് ഇനിയും പ്രവേശിക്കാനുണ്ട്. നിലവിൽ പ്രവേശിച്ചതിലും അധികം ഫ്ലോട്ടുകളും അതിലേറെ ഡാൻസിങ് പാപ്പമാരും ഇനിയും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനുണ്ട്. സ്വരാജ് റൗണ്ടിന്റെ പല ഇടങ്ങളിലും റോഡിന്റെ വീതി കാണികൾ റോഡിലേക്ക് കയറി നിന്ന് കുറഞ്ഞ് 2 മീറ്ററും 3 മീറ്ററും ഒക്കെ ആയിട്ടുണ്ട്. ഏറെ കൃത്യമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. കാണികൾ ദയവായി പരമാവധി വശങ്ങളിലേക്ക് മാറി നിന്ന് ഫ്ലോട്ടുകൾക്കും ഡാൻസിങ് പാപ്പമാർക്കും പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. പലയിടങ്ങളിലും റോഡിന്റെ വീതി വല്ലാതെ ചെറുതായി പോയിട്ടുണ്ട്. കാണികൾ ദയവായി വശങ്ങളിലേക്ക് മാറി നിന്ന് പരമാവധി ഫ്ലോട്ടിനും ഡാൻസിങ് പാപ്പമാർക്കും പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്മസ് ഫെസ്റ്റ് ബോൺ നദാലെ 2025 അത് വെറും പ്രകടനപരതയ്ക്കുള്ള ഒരു സാംസ്കാരിക ആഘോഷം മാത്രമല്ല, അതിനപ്പുറത്ത് കാരുണ്യത്തിന്റെ മുഖം ഈ വർഷത്തെ എന്ന് മാത്രമല്ല എല്ലാ വർഷത്തെയും ബോൺ നദാലയ്ക്കുണ്ട്. കഴിഞ്ഞ 13 വർഷ കാലയളവിൽ തൃശ്ശൂർ അതിരൂപതയും പൗരാവലിയും
ബോണ്ണതാലയുടെ പേരിൽ പുതുതായി പണിത് നൽകിയിട്ടുള്ള വീടുകളുടെ എണ്ണം, ഭവനങ്ങളുടെ എണ്ണം 100-ലധികമാണ്. തൃശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് വേണ്ടി 100-ലധികം ഭവനങ്ങൾ കഴിഞ്ഞ 13 വർഷ കാലയളവിൽ ബോണ്ണതാലെ കമ്മിറ്റി പണിത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ സ്നേഹത്തോടെ, അതിലേറെ ആത്മാഭിമാനത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഈ വർഷത്തെ ബോണ്ണതാലയുടെ കമ്മിറ്റി ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് സൗജന്യ ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടി 6 ഡയാലിസിസ് മെഷീനുകൾ നൽകുന്നു. ഇന്ന് 2-ലധികം വീടുകളുടെ താക്കോൽ ദാനം ഇതിന് ശേഷമുള്ള പൊതുസമ്മേളനത്തിൽ വെച്ച് നൽകുന്നുണ്ടെന്ന കാര്യവും പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ആഘോഷം നടക്കുന്നത് ഒരു ദിവസമായിരിക്കാം, ഡിസംബർ 27. പക്ഷേ ആഘോഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ശ്രമങ്ങൾ ദിവസങ്ങളോളം ഏറെയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ബോണ്ണത്താലെ ഡിസംബർ 27 ഇന്ന് കഴിയുമ്പോഴും തുടരെ വരുന്ന ദിവസങ്ങൾ ഈ ആഘോഷത്തിനൊപ്പം തന്നെ കാരുണ്യത്തിന്റെ വലിയ കരമാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ നീട്ടുന്നത്. നമുക്കൊപ്പം ജീവിക്കുന്ന ജീവികളുടെ ഒപ്പം അതിനേക്കാൾ ഉപരിയായിട്ടൊരു കൈത്താങ്ങായി മാറേണ്ട വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടി മുഖമുദ്രയായിട്ട് ബോണ്ണത്താലെ മാറാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ആഘോഷത്തിനും ആവേശത്തിനും ആരവത്തിനും ഒപ്പം തന്നെ മറ്റൊരു കരുതലിന്റെ കരമായി, അതിനേക്കാൾ ഉപരിയായി നമുക്കൊപ്പം ജീവിക്കേണ്ടവരുടെ അവരുടെ ആവശ്യങ്ങൾ കൂടി നമ്മൾ കൈത്താങ്ങായിട്ട് മാറുന്നതും തീർച്ചയായിട്ടും ആഘോഷത്തിനൊപ്പം നമ്മൾ കരുതി വെക്കേണ്ട, അതിനേക്കാൾ ഉപരിയായിട്ട് മാതൃകയാക്കാൻ പറ്റുന്ന ഒട്ടേറെ അനവധി കാര്യങ്ങളാണ് ബോണ്ണത്താലയ്ക്കൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. അതിന്റെ വലിയ മുഖമാണ്, അല്ലെങ്കിൽ വലിയ പ്രതിദാനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ജീവകാരുടെ എന്നുള്ളത് തന്നെയാണ് ബോണ്ണത്താലയ്ക്ക് ആഘോഷത്തിനൊപ്പം തന്നെ വലിയ വിജയം കൂടി കുറിക്കുന്നതും. വെളിച്ചത്തിന്റെ മാറി മെല്ലെ ഇരുട്ടിന്റെ പറവറ്റുമ്പോൾ തീർച്ചയായിട്ടും ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വേണ്ടി ലൈറ്റിംഗ് ആയിട്ടുള്ള പാപ്പമാർ നമ്മുടെ ഒപ്പം തന്നെ കാണാൻ പറ്റും. അവിടെ നൃത്തത്തിനൊപ്പം തിളങ്ങുന്ന പാപ്പമാർ കൂടി സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അവരുടെ ആഹ്ലാദവും ആഘോഷവും അതിനേക്കാൾ ഉപരി ആവേശവും അവരുടെ ഓരോ ചിരിയിലും നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഒത്തൊരുമയുടെ, ഐക്യത്തിന്റെ അതിനേക്കാളേറെ ബലമുണ്ട് ഈ ആഘോഷരാപന എന്നുള്ളത് കൂട്ടി ഉറപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പല സ്ഥലങ്ങളിലും സ്വരാജ് റൗണ്ട് ഏറ്റവും നിരാശ ഒട്ടും സമ്മാനിക്കാതെ തന്നെ ഏറ്റവും മികവുറ്റ ദൃശ്യവിസ്മയം, അത്ഭുതത്തിന്റെ ലോകം തൃശ്ശൂർ പേർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. തൃശ്ശൂരിന്റെ മതസൗഹാർദ്ദം കൃത്യമായി ഊട്ടിയുറപ്പിക്കുന്ന ഫ്ലോട്ട് ഇതാ ജില്ലാശുപത്രിക്ക് മുൻവശം സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ തൃശ്ശൂരിന്റെ ആരോഗ്യ മേഖലയ്ക്ക്, കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക്, അത് ക്രൈസ്തവനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ആരും കാണികളും ദയവായി സൗകര്യം ഒരുക്കി കൊടുക്കണം. ഹൈറോഡിലേക്കാണത് പ്രവേശിക്കുന്നത്. ഹൈറോഡിന്റെ മുഖത്ത് നിൽക്കുന്ന മുഴുവൻ കാണികളും ഡാൻസിങ് പാപ്പന്മാരും വശങ്ങളിൽ നിന്ന് മാറി ആംബുലൻസിന് പോകുന്ന സൗകര്യം ഒരുക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. നന്ദി. ആംബുലൻസ് ഇതിനകം ഹൈറോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കാരുണ്യത്തിന്റെ മുഖം അത് ഏറ്റവും ശക്തമായി പ്രകടിപ്പിക്കുന്നതിൽ ബോണ്ണതാലെ കമ്മിറ്റി കഴിഞ്ഞ 13 വർഷക്കാലവും നിതാന്ത ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. അത് ഓരോ ഇടവകളിലും നടക്കുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് തൃശ്ശൂർ അതിരൂപതയുടെ പൊതു സാമൂഹ്യക്ഷേമ വിഭാഗമായിട്ടുള്ള സാന്ത്വനം കഴിഞ്ഞ വർഷക്കാലയളവിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനം, പാവപ്പെട്ട ആളുകൾക്കുള്ള തൊഴിൽ, അത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനൊക്കെ വൈവിധ്യങ്ങളായിട്ടുള്ള പരിശ്രമിത വായ്പ ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെ ഈ ബോണ്ണതാലയുടെ ചൈതന്യം, കാരുണ്യത്തിന്റെ ചൈതന്യം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായി കഴിഞ്ഞ 13 വർഷക്കാലവും ഉണ്ടായിട്ടുണ്ട്. 2013 ചെറിയ രീതിയിൽ ആരംഭിച്ച ബോണ്ണതാലെ 2014 18,112 ക്രിസ്മസ് പാപ്പമാരുമായി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിസ്മസ് പാപ്പമാർ പങ്കെടുത്ത ക്രിസ്മസ് ഫെസ്റ്റായി ഗിന്നസ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറിപ്പറ്റുകയുണ്ടായി. തുടർന്നിങ്ങോട്ടുള്ള 12 വർഷക്കാലയളവിൽ ഒരു വട്ടം പോലും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തൃശ്ശൂരിന്റെ സാമൂഹിക പെരുമയ്ക്ക്, തൃശ്ശൂരിന്റെ മതസൗഹാർദ്ദ പെരുമയ്ക്ക്, തൃശ്ശൂരിന്റെ നന്മയ്ക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതീകമായിട്ടാണ് ബോണ്ണതാലെ കമ്മിറ്റി തൃശ്ശൂർ
മായി തന്നെ ഇത് ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചു. 2013 തൃശ്ശൂരിൽ ആരംഭിച്ച ബോൺനദാല് പിന്നീടുള്ള വർഷങ്ങളിൽ അയൽ ജില്ലകളിലേക്ക്, അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ചേക്കേറുന്ന കാഴ്ച നമുക്ക് കണ്ടതാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പാണ് ഏറ്റവും മനോഹരമായി കോയമ്പത്തൂർ നഗരത്തിൽ ബോൺനദാല് നടന്നത്. കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ബോൺനദാല് ഉണ്ടായിരുന്നു. ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രമീകരണം ബോൺനദാലയ്ക്ക് വേണ്ടി ഒരുക്കാൻ എല്ലാ വർഷവും സംഘാടകർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള തെളിവ് കൂടിയാണ് ഈ വർഷത്തെ ബോൺനദാല്. ഇനി നമ്മൾ തൃശ്ശൂർകാർക്ക് ഏറ്റവും അഹങ്കാരത്തെയും അഭിമാനത്തോടെയും പറയാം, ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിസ്മസ് ആഘോഷം ഞങ്ങളുടെ സ്വന്തം നാട്ടിലാണെന്നുള്ളത്. സോ അതിനാണ് നമ്മൾ ഓരോ വർഷവും സാക്ഷ്യം വഹിക്കാറുള്ളതും 2025 എത്തുമ്പോൾ അത് ഒട്ടും തന്നെ മാറ്റു കുറയ്ക്കാതെ നമ്മളിലേക്ക് മുമ്പിൽ ദൃശ്യവിസ്മയം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പോഴും പകുതിയിലേറെ പാപ്പാമാരും ദൃശ്യവിസ്മയം ഒരുക്കുന്ന പ്ലോട്ടുകളും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നേയുള്ളൂ. ഒരുപക്ഷെ ഓരോ സമയം കഴിയും തോറും പാപ്പാമാർക്കൊപ്പം തന്നെ അദൃശ്യവിസ്മയങ്ങൾക്കൊപ്പം തന്നെ അതിന് സാക്ഷ്യം വഹിക്കാനുള്ള 10,000-ലധികം വരുന്ന പാപ്പകൾ നൃത്തം ചെയ്യുമ്പോൾ ഒരു ഐക്യത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് താളബോധത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനു മുമ്പ് ഇവർ ഒരിക്കൽ പോലും ഒരുമിച്ച് നൃത്തം അഭ്യസിക്കുകയോ അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നായി പല സമയങ്ങളിൽ നിന്നായി ഇവർ അഭ്യസിച്ച നൃത്തം ഓരോ ദിവസം ഒരേ സമയത്തോടെയാണ് നമുക്ക് മുമ്പിൽ ഇവർ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മുമ്പിൽ കാഴ്ചയുടെ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മണിക്കൂറുകൾ പിന്നിടുന്ന ഒരു ഘോഷയാത്രയ്ക്ക് ഒരുപക്ഷെ ക്രിസ്മസിന്റെ എല്ലാത്തരം ആവേശവും ആരവും ക്രിസ്മസ് കഴിഞ്ഞ് 2ാം നാൾ ന്യൂ ഇയറിന്റെ പുതുവർഷത്തെ വരവേൽക്കാൻ വളരെ കുറച്ച് മണിക്കൂറുകൾ, ഒരുപക്ഷെ 2-3 നാളുകൾക്കപ്പുറം പുതുവർഷങ്ങളും പുത്തൻ പ്രതീക്ഷകളുമായിട്ട് നിൽക്കുന്ന മലയാളക്കരയ്ക്ക് തൃശ്ശൂരിന്റെ ആഘോഷ നിരയിലേക്ക് പാപ്പമാർ അണിനിൽക്കുമ്പോൾ ഒരുപക്ഷെ അതുതന്നെയാണ് നമ്മളിലേക്കുള്ള പുതുമയും അതിനേക്കാൾ ഏറെ ആഘോഷത്തിന്റെ ആരവവും നമ്മളിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരുന്ന ആഘോഷ വാരത്തിൽ തൃശ്ശൂരിനെ കേരളത്തിന് മുമ്പിൽ, ഒരുപക്ഷെ ലോകത്തിന് മുമ്പിൽ ഏറ്റവും മികച്ച കാഴ്ചയായിട്ട് മാറ്റിവെക്കുകയാണ്. പാപ്പമാർക്കൊപ്പം തന്നെ മാർഗംകളി വേഷമായിട്ട് ഏറ്റവും മികവുറ്റ കാഴ്ചകൾ ഒരുക്കുന്ന അമ്മമാർ കൂടെ ചേരുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. പാപ്പമാർക്കൊപ്പം തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെ വലിയൊരു സംഘാടന മികവ് കൂടെ ചേരുന്നു. കഴിഞ്ഞാൽ എന്താണ് ക്രിസ്മസ്, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം 25 വരെയാണോ? ഇല്ല, അത് 27-ന് തൃശ്ശിവപ്പേരുടെ ശക്തന്റെ സ്വരാജ് റൗണ്ടിന്റെ ആഘോഷ വീതിയിലെത്തണം. ആ ക്രിസ്മസ് ആഘോഷം നിങ്ങൾ കാണണമെന്ന് നമുക്ക് ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കുക. ആ ഉറക്കെ വെത്തുന്ന വലിയ കാഹളം ഉയർത്തിക്കൊണ്ട് തന്നെ ആഘോഷാരവത്തിനെ പാപ്പമാർ നമുക്ക് മുമ്പിൽ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നേരം വൈകും തോറും നമ്മുടെ കാണികളുടെ എണ്ണത്തിൽ ആവേശങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മളൊപ്പം സഹകരിക്കുന്ന പോലീസ് സേനയ്ക്ക് ഏറ്റവും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള നന്ദി കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം വോളണ്ടിയർ സേനയ്ക്കൊപ്പം തന്നെ ഏറ്റവും മികവുറ്റ നിർദ്ദേശങ്ങൾക്കുമായിട്ട് ഈ ആഘോഷത്തിന് നല്ല നടത്തിപ്പിനായിട്ട് മണിക്കൂറോളം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് സ്വരാജ് റൗണ്ടിൽ എത്തുന്ന, ഒരുപക്ഷെ തൃശ്ശൂരിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിലും റൗണ്ടിലേക്ക് നമ്മൾ എത്താറുണ്ട് അല്ലേ, പക്ഷെ ഇന്ന് സ്വരാജ് റൗണ്ടിൽ എത്തിയിരുന്നത് ആഘോഷത്തിൻ്റെ ഏറ്റവും മികവുറ്റ കാഴ്ചകൾ കാണാൻ കൂടിയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പിന്നെ പാപ്പങ്ങൾ നമുക്ക് മുമ്പിൽ എത്തുമ്പോഴും ഏറ്റവും മികവുറ്റ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ കാതുകളും കണ്ണുകളും എല്ലാം ഇനി അടുത്തൊരു ഡാൻസിനായിട്ട്, അടുത്തൊരു നൃത്തത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അധികം വൈകാതെ തന്നെ അടുത്തൊരു നൃത്തവുമായിട്ട് നമ്മൾ മുമ്പ് കണ്ട പാപ്പമാരെല്ലാം പുതിയ പാപ്പകൾ കൂടി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നൊരു സമയത്തിലേക്ക് കൂടി ക്ഷണിക്കുകയാണ്. വിവിധ ഇടങ്ങളിലായി വിവിധ മതസ്ഥരായ ആളുകൾക്ക് വേണ്ടി പണിത് നൽകിയത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാം കണ്ടതാണ്, കേട്ടറിഞ്ഞതാണ്. ഈ വർഷത്തെ ബോൺനദാലെ കമ്മിറ്റി ജൂബിലി മിഷൻ ആശുപത്രിയിൽ സൗജന്യ ഡയാലിസിസ് നടത്തുന്ന ആവശ്യത്തിലേക്കായി 6 ഡയാലിസിസ് യന്ത്രങ്ങൾ നൽകുന്നത് ഈ മീറ്റിങ്ങിന്, ഇതിന് ശേഷമുള്ള പൊതുസമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ കാരുണ്യമുഖമായി തന്നെ ബോൺനദാലെ ക്രമീകരിക്കാൻ തൃശ്ശൂർ അതിരൂപതയ്ക്കും തൃശ്ശൂർ കോർപ്പറേഷനും സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ ഏറ്റവും കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ ഡാൻസിംഗ് പാപ്പാസ്, ബി റെഡി ഫോർ ദ ഡാൻസ്. 50-ലധികം ഇടവകൾ ഇനിയും ഡാൻസിംഗ് പാപ്പമാരുമായി ഇവിടെ പ്രവേശിക്കാനുണ്ട്.
നിന്ന് വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാളൊരുക്കും ആഘോഷരാവിതിൽ ആനന്ദം തിരതല്ലും പൊന്നത്താലേ പാടിടാമൊന്നായി പാടിടാം സാമോദം ആത്മീയ നാഥനെ വരവേറ്റിടാ താളത്തിൽ ഈണത്തിൽ ഒന്നായി പാടിടാം കർത്താവിനായി പൊന്നത്താലേ പാടിടാം നാഥനെ പാടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാന പുത്രനായി ഒന്നായി ചേർന്നിടാം സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം ഇന്ന് സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം ദൂരെ ദൂരെ നിന്ന് വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാളൊരുക്കും ആഘോഷരാവിതിൽ ആനന്ദം തിരതല്ലും പൊന്നത്താലേ പാടിടാം ഒന്നായി പാടിടാം സാമോദം ആത്മീയ നാഥനെ വരവേറ്റിടാ താളത്തിൽ ഈണത്തിൽ ഒന്നായി പാടിടാം കർത്താവിനായി പൊന്നത്താലേ പാടിടാം നാഥനെ പാടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാന പുത്രനായി ഒന്നായി ചേർന്നിടാം സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം ഇന്ന് സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം കാരുണ്യം തേടും ഈ ഹൃദയങ്ങളിൽ ആശ്വാസം പകരുന്നു പൂർണ്ണത്താലേ ആനന്ദം തേടുന്ന യുവജനതയ്ക്കായി ആഘോഷമൊരുങ്ങുന്നു പൂർണ്ണത്താലേ രാജാക്കളില്ല ഇന്ന് അടിമകളില്ല സ്നേഹത്തിലൊന്നാകും സോദരർന്ന ദൈവസ്നേഹത്തിലൊന്നാകും സോദരർന്ന ദൈവസ്നേഹത്തിലൊന്നാകും സോദരർന്ന ദൂരെ ദൂരെ നിന്ന് വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാളൊരുക്കും ആഘോഷരാവിതിൽ ആനന്ദം തിരതല്ലും പൊന്നത്താലേ 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 പാപത്തിൻ കൊട്ടാരക്കെട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ നാം തിരിച്ചറിയും ആ ദൈവിക ചൈതന്യം വഴി നടത്തും ബേത്ലഹേം നാട്ടിലെ ഇടയരെപ്പോ കൂട്ടിലവനെ കണ്ടുമുട്ടും ദൈവിക തേജസ്സിൽ മയങ്ങി നിൽക്കും ആ ദൈവിക തേജസ്സിൽ മയങ്ങി നിൽക്കും ജനഹൃദയങ്ങളിൽ ഇന്നും വാഴുന്ന രാജാവിരാജനെ വണങ്ങിടുവാൻ Glory of God, heavenly peace. Glory of God, heavenly peace. ദൂരെ ദൂരെ നിന്ന് വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ പാടി പാടിയാളൊരുക്കും ആഘോഷരാവിതിൽ ആനന്ദം തിരതല്ലും പൊന്നത്താലേ പാടിടാമൊന്നായി പാടിടാം സാമോദം ആത്മീയ നാഥനെ വരവേറ്റിടാ താളത്തിൽ ഈണത്തിൽ ഒന്നായി പാടിടാം കർത്താവിനായി പൊന്നത്താലേ പാടിടാം നാഥനെ പാടിടാം ഹല്ലേലൂയ അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ വാഗ്ദാന പേടകമായി മാറിടാം ഞങ്ങളെല്ലാം സ്നേഹത്തിൻ സുവിശേഷം പങ്കുവെക്കാം ദൈവസ്നേഹത്തിൻ സുവിശേഷം പങ്കുവെക്കാം ഓന്നത്താലേ സാംസ്കാരിക തലസ്ഥാന നഗരി എന്ന് പറയുമ്പോഴും പല ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ അണിനിരക്കുമ്പോഴും ക്രിസ്മസ് ആഘോഷത്തിനൊപ്പം തന്നെ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇന്ന് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപക്ഷെ ഇന്നത്തെ ആഘോഷത്തിനെ എല്ലാത്തരം ഭാഷകൾക്ക് അപ്പുറത്തേക്ക്
അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ഒരേ മനസ്സോടെ ഒരേ ഐക്യത്തോടെ നിൽക്കുന്നതിന് ഏറ്റവും ആഘോഷപൂർവ്വമായിട്ട് ഇന്നത്തെ ബോൺ നത്താലെ 2K25 പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ട് കൂടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. വടക്കുന്നാഥന്റെ പശ്ചാത്തലത്തിൽ കഥകളെയും മാർഗങ്ങളെയും പുലിക്കളിയും ഒരു പക്ഷേ ഭാഷപരിമിതികൾക്ക് അപ്പുറത്തേക്ക് ആഘോഷത്തിന്റെ അതിർവരമ്പുകളില്ലാതെ ഒരുമിച്ച് നിൽക്കുന്ന
Thank you.